പാർട്ട് ടൈം ജോലിയെ പറ്റിയിട്ടുള്ള ഒരു ചർച്ച പലപ്പോഴും പല വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. പുറമെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ടൈപ്പ് ജോലികളെ കിട്ടുക, എത്ര രൂപ നമുക്ക് കിട്ടും, അതുകൊണ്ട് നമ്മുടെ ജീവിത ചെലവ് മീറ്റ് ചെയ്യാൻ പറ്റുമോ, ഒരുപാട് ഡൗട്ടുകളുണ്ട്. പാർട്ട് ടൈം ജോലി എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടർ ഗ്രാജുവേറ്റ് ആണ്, ചെയ്യുന്ന ബില്ലിംഗ് വർക്കുകൾ ചെയ്യും, ഒരു ഓൾ ഇൻ ഓൾ ആണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടിയുള്ള പൈസ കംപ്ലീറ്റ് ആയിട്ട് പാർട്ട് ടൈം ജോലിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ? എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര ലക്കിയാണ്. സത്യം പറഞ്ഞാൽ ഒരു മലയാളിയുടെ ഷോപ്പിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ലക്കിയാണ്. അപ്പോൾ കാരണം ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ് ജോലി കിട്ടുകയെന്ന് വെച്ചാൽ ഭയങ്കര ചലഞ്ചിങ് ആണ്. ഒന്നെങ്കിൽ ഫിനിഷ് അറിയണം, അല്ലെങ്കിൽ അത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടാകണം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതും എന്നെ സംബന്ധിച്ച് വെച്ചാൽ ഒരു മലയാളിയുടെ ഇവിടെ വർക്ക് ചെയ്യുക, അത്രയും അതിൽക്കുള്ളൊരു ഫ്രീഡം വേറെ രാജ്യത്ത് ഒരു സ്റ്റുഡൻറ്റ് ആഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ഏകദേശം എത്ര രൂപ ഒരു മാസത്തിൽ? നമുക്കറിയാം റെൻ്റ് ഏകദേശം 300 യൂറോ വരുന്നുണ്ട്. മാത്രമല്ല ബാക്കിയുള്ള ട്രാൻസ്പോർട്ടേഷനും ബാക്കി ചിലവെല്ലാം അടക്കം ഒരു സ്റ്റുഡൻറ്റ് ലൈഫ് ലീഡ് ചെയ്യാൻ തുർക്കൂല് എത്ര ചിലവ് വരുന്നുണ്ട്? അല്ലേ, തുർക്കൂല് നമുക്ക് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 600 യൂറോസ് എങ്കിലും വേണം. ഞാൻ അതിൽ കൂടുതൽ ഇവിടുന്ന് ഏൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, സേവിങ്സും ഉണ്ട് നടത്തും പോരാത്തതിന്? കുറച്ച് സേവിങ്സും ഉണ്ട്. ഓക്കെ, ശരി. ഇത് എത്ര നേരമാണ് ഒരു ദിവസം വർക്ക് ചെയ്യുന്നത്? എൻ്റെ വർക്കിംഗ് ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈവനിങ്സ് ആണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എനിക്ക് 4 to 7, പിന്നെ സാറ്റർഡേ ഫുൾ ഡേ, ചിലപ്പോൾ സൺഡേ വർക്ക് ചെയ്യണം. ഓക്കെ, സോ ഇത് എന്ന് പറയുന്നത് ഇത് ഇത്രയും പൈസ എല്ലാവർക്കും 1000 യൂറോയോ 1200 യൂറോ എല്ലാവർക്കും ഏൺ ചെയ്യാൻ പറ്റും എന്നതല്ല പറയുന്നത്. മറിച്ച് മലയാളികളുടെ എണ്ണം ഒരു സ്ഥലത്ത് ഉണ്ടെങ്കിൽ നമുക്കെല്ലാം തന്നെ ജീവിക്കാൻ വേണ്ട ആശ്രയിക്കാൻ പറ്റുന്ന ആളുകൾ നമുക്കൊപ്പം ഉണ്ടെങ്കിൽ, ഇതുപോലെ എല്ലാ സ്റ്റുഡൻസിനും അങ്ങനെ സപ്പോർട്ടീവായിട്ടുള്ള ഹാൻഡ്സ് ഉണ്ടെങ്കിൽ അവരുടെ സ്റ്റുഡൻറ്റ് ലൈഫ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും കൂടുതൽ മലയാളികൾ ഫിൻലാൻഡിലേക്ക് വരട്ടെ, കൂടുതൽ ബിസിനസ്സുകൾ ഇവിടെ വളരട്ടെ. ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ പഠിക്കാനായി വരുന്ന കുട്ടികൾക്ക് എല്ലാം തന്നെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള അനേകം ബിസിനസ്സുകാർ ഇതുപോലത്തെ ഉണ്ടാവട്ടെ.